എന്നത് പറയണം. ശരി, എന്നാൽ ഞാൻ തന്നെ പറയാം. പുണ്യമെന്ന് പറഞ്ഞാൽ പുണ്യമെന്ന് പറഞ്ഞാൽ പുണ്യം തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പുണ്യം എന്താണെന്ന് നിങ്ങൾക്കതറിയാൻ പാടില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. പുണ്യമെന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് പുണ്യം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് നല്ലതുവണ്ണം മനസ്സിലായി സ്നേഹിത. ദൈവങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് പുണ്യം, അല്ലാത്തത് പാപം അല്ലേ? അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ അതെന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു സംശയമുണ്ടായിരിക്കുന്നു. എന്താണ്? ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണല്ലോ അഭിപ്രായ വ്യത്യാസമുണ്ടാകുക. അതെ, നിങ്ങൾ ഇത്രയും സമ്മതിച്ചല്ലോ. ഇനി ഞാൻ എൻ്റെ സംശയം ചോദിക്കാം. പുണ്യമെന്ന് പറയുന്ന ഒന്ന് ഞാൻ ചെയ്തെന്ന് വിചാരിക്കുക. അത് കുറേ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റു കുറേ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പേര് പുണ്യമെന്നോ പാപമെന്നോ നിങ്ങൾ കരുതിക്കൂട്ടി ഓരോ കീറാമുട്ടികൾ എൻ്റെ മുന്നിലേക്ക് വലിച്ചിടുകയാണ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. അത് കണ്ട് രസിക്കുകയാണ് നിങ്ങളുടെ തൊഴിൽ. സ്നേഹിത, നിങ്ങൾ എന്തിനിങ്ങനെ ക്ഷോഭിക്കുന്നു? ഞാൻ തെറ്റായ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരൂ. എനിക്ക് അധികമൊന്നും പറയാനില്ല. പുണ്യം വിശുദ്ധമാണ്, എനിക്കറിയാം. ദൈവങ്ങൾ അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പുണ്യം വിശുദ്ധമായതുകൊണ്ട് ദൈവങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു, അതോ ദൈവങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് വിശുദ്ധമായോ? എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലാകുന്നില്ല. എന്തൊരു ചോദ്യം! ഒന്നുകൂടി ചോദിക്കാം. ദൈവങ്ങൾ പുണ്യത്തെ ഇഷ്ടപ്പെടുന്നത് അത് വിശുദ്ധമായതുകൊണ്ടാണോ, അതോ പുണ്യം വിശുദ്ധമായത് ദൈവങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ? എനിക്ക് ഒരു കുന്തവും മനസ്സിലായില്ല. അതെന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം. സഹോദര, എന്നാൽ ഞാൻ തന്നെ പറയാം. പുണ്യം വിശുദ്ധവുമല്ല അവിശുദ്ധവുമല്ല. ദൈവങ്ങൾക്ക് പുണ്യത്തിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. സത്യമെന്താണെന്ന് പറയാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയും എനിക്കില്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അഭിപ്രായവും സത്യവും രണ്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ചുറ്റും ഇരുട്ടല്ലേ? നോക്കൂ, ആ കാണുന്നത് ഒരു ചെറിയ വീടാണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു. അല്ല, ഒരു പാറയാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. പക്ഷേ അടുത്തു ചെന്ന് നോക്കുമ്പോൾ അത് ഒരു ചെറിയ വൃക്ഷമാണെന്ന് ബോധ്യം വരികയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞതെല്ലാം അഭിപ്രായങ്ങളാണ്, ഒടുവിലത്തേത് സത്യവും. അതുപോലെ അഭിപ്രായങ്ങളിലൂടെ സത്യം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി സംഭാഷണം
ദീർഘിപ്പിക്കണമെന്നില്ല സോക്രട്ടീസ്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോകുകയാണ്. നിങ്ങളിങ്ങനെ ഇവിടത്തെ ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അത് വേണമെന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊള്ളൂ. ഞാൻ പോയിക്കൊള്ളാം. കൂട്ടുകാരെ, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ നിന്നാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പറയൂ, കേൾക്കട്ടെ. നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കണം. തീർച്ചയായും പറയൂ. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാൽ ഞാൻ പറയാം. സോക്രട്ടീസ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾക്കും ഈ രാജ്യത്തിനും അപകടമുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് വളരെ കാര്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം പോണെങ്കിൽ പോകട്ടെ. അവർക്കൊന്നും നമ്മൾ പറഞ്ഞ് രസിച്ചില്ല. പോകട്ടെ, ഓമാര് പോകട്ടെ. ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഈ മെലിറ്റിയസോ, നിങ്ങളും അവരിലൊരുത്തനാണോ എന്ന് സംശയിക്കുന്നു. ഒരിക്കലുമല്ല. ഞാൻ സത്യം പറയാമല്ലോ. സോക്രട്ടീസിനെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരിൽ ഒരാളാണ് ഞാൻ. സോക്രട്ടീസിന്റെ മുമ്പിൽ വെച്ച് അത് പ്രകടമാക്കിയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണം. സന്തോഷം സഹോദര. നിങ്ങൾ ഒരുത്തനെങ്കിലും നല്ല ബുദ്ധി ഉണ്ടായല്ലോ. എനിക്ക് പറയാനുള്ളത് മാറ്റൊന്നുമല്ല. ഞാൻ പല ദേശങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ളവനാണ്. അവിടങ്ങളിലെല്ലാം ഉള്ളവർക്ക് ഏതൻസിന്റെ നേർക്ക് അതിരട്ട ബഹുമാനവും ഭക്തിയുമുണ്ട്. അത് നഷ്ടപ്പെടാൻ ഇടവരരുത്. പരമ്പരാഗതമായി നാം വിശ്വസിച്ചു പോരുന്ന ദൈവങ്ങളെയും നിയമങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നിഷേധിക്കാനാണ് സോക്രട്ടീസ് ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്നത്. ഇത് ആപത്താണ്. ഈ ചെറുപ്പക്കാരെ നമുക്ക് രക്ഷിക്കണം. സോക്രട്ടീസിനെ ഒറ്റപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം. ഞാൻ സന്നദ്ധനാണ്. നിങ്ങളും ഈ രാജ്യത്തെ ജനങ്ങളെയും നമുക്കൊരുക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാനുണ്ടായിരിക്കും. സത്യമല്ലേ? സത്യമാണ്. സത്യം. ഇവരൊക്കെ കൂടി ഗ്രീസിന്റെ മഹത്തായ പാരമ്പര്യം നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു വിഭാഗം ആൾക്കാർ സിയൂസിനെ പോലും എതിർത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവർ മനുഷ്യരെ എതിർക്കുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? ദൈവങ്ങൾ കഴിഞ്ഞറിയൊളിയ എല്ലാ സൗഭാഗ്യങ്ങളെയും ചവിട്ടി മതിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. എടാ ടെലമോനെ, നീ എവിടെ പോകുക? കണ്ടോ ധിക്കാരം? ഞാൻ അവനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അവൻ എന്നെ ഒന്ന് നോക്കുക കൂടിയും ചെയ്യാതെ കടന്നു പോയിരിക്കുന്നു. എന്താണ്? ഇത് എവിടെന്നാ? ഈ അടിമയെ എവിടെ കൊണ്ടുപോകുന്നു? ഇവനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാ. വീട്ടിലിപ്പോ അടിമകളുടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇവനെ വിറ്റ് കളയാ അച്ഛൻ പറഞ്ഞു. ഇവനെ കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നല്ലോ. നല്ല ആരോഗ്യമുള്ളവനാ. നന്നായിട്ട് ജോലി ചെയ്യൂ. എന്തു ജോലി അവൻ ചെയ്തോളൂ. ഞാനൊരടിമയെ വാങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എൻ്റെ ഒരടിമ കഴിഞ്ഞ ആഴ്ച ചത്തുപോയി. ഇവനെ കൊണ്ടുപോയി എൻ്റെ വീട്ടിലേൽപ്പിച്ചേക്കൂ. വില ഞാൻ പിന്നീട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുകൊള്ളാം. ഓ, അങ്ങനെ ആകട്ടെ. അരിസ്റ്റോൺ, നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ? അവനും ഒന്നും മിണ്ടാതെ പോകുന്നു. ഇവർക്കെല്ലാം ചെവിയുണ്ട്. എന്റെ ചോദ്യം കേട്ടിട്ട് ആരും ഒന്നും പറയുന്നില്ല. വെറും ധിക്കാരമല്ലാതെ മറ്റൊന്നുമല്ല. ഏതൻസിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു.
വരണം വരണം, മെലിറ്റസ്, വരൂ വരൂ വരൂ. എന്താണ് ഗ്ലൗക്കോൺ തനിയെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തനിയെ സംസാരിക്കുന്നു. എങ്ങനെ സംസാരിക്കാതിരിക്കും? ആരെയും എന്തിനേയും എതിർക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു. എല്ലാവർക്കും സമരാധ്യനായ എന്നെ പോലും അവഗണിക്കുന്നു അവർ. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതൻസിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിയമസഭയിൽ സംസാരിക്കുന്ന ഓരോ വാക്കും ഏതൻസിന്റെ മഹത്വത്തെ നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. എന്നെ ഈ ചെറുപ്പക്കാർ അവഗണിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ കുറ്റം തന്നെയാണ് ഗ്ലൗക്കോൺ. ഈ ചെറുപ്പക്കാർ എങ്ങനെയായി തീരുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇവരെയൊക്കെ തലതിരിഞ്ഞവരാക്കുന്നത് സോക്രട്ടീസാണ്. അത് ഞങ്ങൾക്കെല്ലാം നല്ലതവണ്ണം അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായി കഴിഞ്ഞുകൂടുന്നു? പിന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? നിങ്ങളൊരു നിയമജ്ഞനല്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. വേണ്ടി വന്നാൽ സോക്രട്ടീസിനെ വരച്ച വരയിൽ ഞാൻ നിർത്താം. അയാൾക്ക് ചില ചോദ്യങ്ങളുണ്ട്, കിറുക്കന്മാർ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അതിനൊക്കെ മറ്റുള്ളവർ ഉത്തരം പറയാതിരിക്കുമ്പോൾ അയാളുടെ വിചാരം അയാൾ വലിയ വിജ്ഞാനിയാണെന്നാണ്. എന്നാളൊരിക്കൽ അയാൾ ആ ഹുണ്ടികക്കടയിൽ വെച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. ഉത്തരം പറയാതിരുന്നത് എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ഉത്തരം പറഞ്ഞാൽ അയാൾ വിഷമിക്കും. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഒരു ദിവസം രാത്രി അയാൾ ഇവിടെ വെച്ച് എന്നോടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനും ഉത്തരമൊന്നും പറഞ്ഞില്ല. അറിവും ബുദ്ധിയുമുള്ളവർ അത്തരം ചോദ്യങ്ങൾക്കുത്തരം പറയുകയില്ല. അയാൾ വെറും അജ്ഞനാണ്. വാസ്തവം പറഞ്ഞാൽ സോക്രട്ടീസിനേക്കാൾ അറിവുള്ളവനാണ് ഞാൻ. പക്ഷേ ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. വേണമെങ്കിൽ എൻ്റെ അറിവിൻ്റെ ഒരു ചെറിയ അംശം ഞാൻ മെലിറ്റസിന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ലോകത്തിൽ ദാരിദ്ര്യവും ദുഃഖവും രോഗവും മരണവും കഷ്ടപ്പാടുകളുമൊക്കെ എങ്ങനെയുണ്ടായതെന്ന മെലിറ്റസിനറിയാമോ? എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഞാൻ ആ കഥ പറഞ്ഞു കേൾപ്പിച്ചു തരാം. മെലിറ്റസിനും കുറച്ച് അറിവൊക്കെ ഉണ്ടാവട്ടെ. പണ്ടേ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ശൂന്യമായി കിടക്കുകയായിരുന്നു. അങ്ങനെ ശൂന്യമായി കിടന്നാൽ പോരാ, എന്തെങ്കിലും ഒരു ഒച്ചയും അനക്കവുമൊക്കെ വേണമെന്ന് ദൈവങ്ങൾക്ക് തോന്നി. അതനുസരിച്ച് ദൈവങ്ങൾ ഭൂമിയിൽ പുരുഷനെ സൃഷ്ടിച്ചു. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആ പുരുഷൻ സെയൂസ് ദൈവത്തെ ധിക്കരിച്ചു. ഏറ്റവും പരിശുദ്ധനായ അപ്പോളോ ദൈവത്തിന്റെ അച്ഛനാണ് സിയൂസ്. ആ സിയൂസിനെ ധിക്കരിച്ചാൽ വല്ല രക്ഷയും കിട്ടുമോ? സിയൂസ് എന്ത് ചെയ്തു? മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉടനെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അറിയോ, ആ സ്ത്രീയുടെ പേര് പണ്ടാരോ എന്നായിരുന്നു. സിയൂസ് ദൈവം ഒരു ചെപ്പ് പണ്ടാരോയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ പെട്ടിയുമായി ഭൂമിയിലേക്ക് പോകുക. ഭൂമിയിൽ ഒരു പുരുഷനുണ്ട്. അവൻ ഈ പെട്ടി കൊടുക്കുക. അവൻ നിന്നെ വിവാഹം ചെയ്തുകൊള്ളും. ഈ പെട്ടിയിലുള്ളത്
നിനക്കുള്ള സ്ത്രീധനമാണ്. ഈ പെട്ടി തുറന്നു നോക്കരുത് എന്ന് പണ്ടാരോ എന്ത് ചെയ്തു മിൽക്കിസേ? എന്താ ചെയ്തേ? പെണ്ണല്ലേ, രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുമോ? ചെപ്പങ്ങോട്ട് തുറന്ന ഉടനെ അതിൽ നിന്ന് മഹാരോഗങ്ങളും ദാരിദ്ര്യവും മരണവും മറ്റനേകം ദുരിതങ്ങളും പുറത്തേക്ക് വന്നു പറന്നു. ലോകം മുഴുക്കെ രോഗങ്ങൾ പരന്നു.